ഹലോ, ഇത് രാത്രി 12 മണിയാവാൻ വേണ്ടി പോണ്. പെരുന്നാരാവാണ്. ഞങ്ങളങ്ങനെ അമ്മായി മുക്കിലൊക്കെ പോയി വന്നപ്പോഴത്തേക്കും പ്രതീക്ഷിച്ച സമയത്തിനെക്കാട്ടി കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പണികളെല്ലാം പെൻഡിങ് ആണ്. അതായത് ഞാനാണ് നിർബന്ധിച്ച് അമ്മായിക്ക് പോവാന്ന് പറഞ്ഞ അമ്മാനെ ആൻറ്റിയൊക്കെ വിളിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മക്ക് പണികളൊക്കെ പെൻഡിങ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ പത്തിരിയാണ് കേട്ടോ, അമ്മീർ പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ അതൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കൂട്ടത്തിൽ ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മെഹന്തിയൊക്കെ ഇന്ന് ഇടണം എന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് എപ്പോഴും പെരുന്നാൾ രാവിലെ മെഹന്തി ഇടുന്നതാണ് ഇഷ്ടം. പെരുന്നാളുടെ അന്നൊക്കെ ചിലർ മെഹന്തി ഇടുക, എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ പരിപാടി. എപ്പോഴും പെരുന്നാൾ രാവിലെ മൈലാഞ്ചി ഇടണം, അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് നാളത്തെ മസാലക്കുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ പെരുന്നാരാവിൻ്റെ വീഡിയോ, അതായത് അമ്മായിമ്മയ്ക്ക് പോണ വീഡിയോ ഈ സമയം കൊണ്ട് ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ നിന്നില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ പ്രീവിയസ് വീഡിയോ. കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പൊക്കത്ത് ഇപ്പോൾ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് മസാലയാണ് കേട്ടോ, ബീഫിൻ്റെ മസാലയൊക്കെയാണ്. അപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏതായാലും അക്കുമില്ലല്ലോ. പിന്നെ ഇവിടെ മമ്മിക്ക് നിർബന്ധമാണ്, മമ്മാടും ഉമ്മാക്ക് നിർബന്ധമാണ് ഞാനിവിടെ വേണം എന്നുള്ള കാര്യം. അങ്ങനെ അദ്ദേഹം അമ്മ അമീർ പത്തിരിയൊക്കെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമീർ പത്തിരിയൊക്കെ കഴിച്ച് വെളുപ്പിനപ്പോൾ ഒരു 2:30 മണിയായിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും മെഹന്തി ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. പെരുന്നാളായിട്ട് രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി പോവാണ്. ഈദ് മുബാറക്. അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ വന്ന് അപ്പോൾ മമ്മതി അവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാനപ്പോൾ എൻ്റെ വീട്ടിലാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ല. എൻ്റെ വീട്ടിലാകുമ്പോൾ പിന്നെ എന്താ പറയുക, എല്ലാം അമ്മ തന്നെ പ്രിപ്പയർ ചെയ്യും. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ 2 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ഇന്ന് അവർക്ക് ഓഫല്ല, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഇതെൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ, ഒരു ഡ്രസ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെരുന്നാളായിട്ട് ഇപ്പോൾ വീട്ടിലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അക്കൂക്കും ഇന്ന് തന്നെയാണ്, ഒമാനിലും ഇന്ന് തന്നെയാണ് പെരുന്നാൾ. ബാക്കി എല്ലാ ഗൾഫ് കൺട്രീസിലും ഇന്നലെ ആയിരുന്നു, അക്കൂക്ക് ഇന്നാണ്. അപ്പോൾ അക്ക ഒരു ട്രിപ്പ് പോയേക്കാണ്, ബുറൈമയിൽ പോയേക്കാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി എല്ലാവരും ഈദ് മുബാറക് പറയാൻ വേണ്ടി വിളിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചു തരാം. ഞങ്ങളുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ കാണിച്ചു. സോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കിഡിലൻ ഫ്രൈ ആണ് കേട്ടോ, അബ്ബാടെ ഉമ്മാടെ റെസിപ്പിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അബ്ബാക്ക് നിർബന്ധമാണ് പെരുന്നാളിന് ഈ ഒരു ടൈപ്പ് ഫ്രൈ വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അദ്ദേഹം മമ്മ അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മ ചട്ടിയിൽ വെച്ച ബീഫ് കറിയാണ് ഇത്. മമ്മയുടെ ഫുഡ് അല്ലെങ്കിലും അതെ ഭയങ്കര യമ്മാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേപോലെ ഞാൻ എപ്പോഴും പറയും മമ്മയുടെ അതേ കൈപ്പുണ്യാണ് എനിക്ക് കിട്ടിയേക്കണമെന്ന് പറയും. കാരണം എനിക്ക് ഒന്നാമത് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് പൊക്കി പറയല്ല കേട്ടോ, ഞാൻ എന്ത് വെച്ചാലും മോശമാറില്ല, ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്ത് വെച്ചാലും. പൊതുവേ ഞാൻ എന്ത് വെച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോഴും മറ്റുള്ളവർക്കും ഇഷ്ടമുണ്ട്. മറ്റുള്ളവർ മനസ്സിലാക്കാറിന് കഴിക്കണമെന്ന് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട സുറുക്ക, പിന്നെ ഇടിമണിപ്പുട്ട്, പിന്നെ ജഡേത, ഫ്രൈ ഉണ്ട്, ബീഫ് കറി ഉണ്ട്, അമീർ പത്തിരി. എല്ലാ പെരുന്നാളിനും ഇത് തന്നെയായിരിക്കും ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഫിക്സ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡൈനിങ് ഏരിയയിൽ ഒരു ഫാൻ വെച്ചിട്ട് അത് വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു താഴെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അങ്ങനെ ഞാൻ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ പെരുന്നാളിനും അതെ ബ്രേക്ക്ഫാസ്റ്റ് വയറൊക്കെ നിറച്ച് കഴിക്കണമുണ്ട്. ഉച്ചയ്ക്ക് എനിക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എപ്പോഴത്തെ പരിപാടി ഇങ്ങനെയാണ്. പക്ഷേ ഈ ടേസ്റ്റ് കാരണം നമ്മൾ അറിയാണ്ട് കഴിച്ചു പോകും. അത്രയും അമ്മാണ് ഫുഡ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ അതേ റെഡി ആവുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ കോംപ്ലിമെൻറ്റ് കിട്ടിയ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. എനിക്കും അത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പൊതുവെ ഈദിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും സൽവാർ വന്ന ടൈപ്പാണ് പ്രിഫർ ചെയ്യാറ്. വല്ലപ്പോഴും ഞാൻ സൽവാർ വന്ന ടൈപ്പ് എടുക്കാറുള്ളൂ. അപ്പോൾ ഈദും കൂടി ആകുമ്പോൾ ഞാൻ അങ്ങനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഈ തവണ ഞാൻ വിചാരിച്ചു ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കാരണം ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് എപ്പോഴും വേറെയാണ്. മറ്റേതൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനത്തെ ഇതൊക്കെ വന്നോല്ലോ എടുത്ത് വെക്കുക ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ വന്നത്, ഞാനും അനിയനിപ്പോൾ വന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടൈം ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെയിലൊക്കെ ആവണതിന് മുന്നേ വന്ന് നല്ല സ്പോട്ടിൽ വന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോകാമെന്ന് കരുതി.
അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഏരിയ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അവിടേക്ക് കംപ്ലീറ്റ് ഇവിടേക്ക് ഈ ഏരിയ മൊത്തം കംപ്ലീറ്റ് ഫോട്ടോഷൂട്ടാണല്ലോ. ഞാനപ്പോൾ ഇവിടെ നിന്ന് അടുത്ത് എനിക്ക് ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സ് കോസ്റ്റ്യൂം ഒട്ടും ഇതല്ലെങ്കിലും നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാം. ഇനി അങ്ങ് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. മുളക് പൊടി ഇട്ടില്ലല്ലോ. ഇട്ട് നമ്മളിപ്പോൾ ബിരിയാണിയുടെ ഫൈനൽ സ്റ്റേജാണ്. ദമ്മിടാൻ വേണ്ടിയിട്ട് പോവാണ്. ബാലൻസ് അങ്ങനെ രാത്രി തന്നെയാണെങ്കിൽ അതിൻ്റെ വിളിച്ചോട്ടോ. ഞങ്ങളുടെ അമ്മയുടെ കൃഷിയാണ്. ഫ്രഷ് വേപ്പില. അങ്ങനെ ടെറസിൽ പോയിട്ട് വേപ്പിലയൊക്കെ പറിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ചിക്കൻ ഫ്രൈയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിയമോളും ഹൃതിയും വന്നിട്ടുണ്ട്. അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ഞാൻ വന്ന പാടെ തന്നെ വീഡിയോ എടുത്തതാണ്. പിന്നെ എൻ്റെ ബാക്കിൽ അബ്ബയും പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ അബ്ബയുടെ പുതിയ ഡ്രസ്സ് ഇട്ട് ഫോട്ടോസൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അബ്ബാനെയും പിടിച്ചിരുന്ന് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇതുകൊണ്ട് ഒരു 1:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഹൃതിക്കുട്ടി ഇപ്പോൾ ഒറ്റയ്ക്ക് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഹൃതിക്കും ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ആളെ കൊണ്ട് ഒറ്റയ്ക്ക് വാരി കഴിയും. പക്ഷെ വളരെ കുറച്ച് ഒരു ചോറ് പെറുക്കി മാത്രമാണ് അങ്ങനെ കഴിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഹൃതിക്കുട്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടും ഹൃതിക്കുട്ടിയൊക്കെ പോയിട്ടാ. അതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ അതേനെ എണീച്ചിട്ട് ഞാനപ്പോൾ ഐസത്തിനെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഐസത്തിൻ്റെ വീട്ടിലേക്കാണ് പോണേ. അമ്മണിക്കുട്ടി നോക്കിക്കേ, എന്താ മാസി വീട്ടിൽ വന്നിണ്ടാ? ഒരു ഉമ്മ നേടി അയച്ച രീതിക്ക് ഐസത്തിനെയും പിക്ക് ചെയ്ത് ഞങ്ങളുടെ അപ്പോൾ പൈജിയുടെ വീട്ടിലാണ്, അബ്ബയുടെ പെങ്ങളുടെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണ പൈസത്തിനും കൂടാൻ. അപ്പോൾ ഏതായാലും ഓർത്ത് കൊണ്ടുപോകാന്ന് ഓർത്തോട്ടോ. അപ്പം ഞാൻ വിളിച്ചിട്ട് വന്നല്ലോ. അപ്പോൾ പാച്ചുവിനായിട്ടോ എനിക്ക് ഭയങ്കര കാര്യം. ഹലോ, അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു പെരുന്നാൾ വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കംപ്ലീറ്റ് ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് മാത്രമായിട്ട് ഒരു മെമ്മറി ആയിട്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് തന്നെ കാണാമല്ലോ, ഒരു മെമ്മറി ആയിട്ടേക്ക് ഇരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.